ഫേസ്ബുക്കിലൂടെ ഒരാഴ്ചത്തെ പരിചയം മാത്രമുള്ള ആൺസുഹൃത്തിനൊപ്പം ഒളിച്ചോടിയ യുവതിയെ കൊലപ്പെടുത്തി സ്വന്തം ഫാം ഹൗസിൽ കുഴിച്ചുമൂടിയ കേസിൽ യുവാവിനെ കുരുക്കിയത് ഫോൺ വിളികൾ. മാണ്ഡ്യ ജില്ലയിലെ താമസക്കാരനും എഞ്ചിനീയറിംഗ് ബിരുദധാരിയുമായ പുനീതിനെയാണ് കൊലപാതക കേസിൽ പോലീസ് പിടികൂടിയത്. ഹാസനിലെ ഹൊസകൊപ്പലു സ്വദേശിനിയും വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായ പ്രീതി സുന്ദരേഷ് ആണ് കൊല്ലപ്പെട്ടത്. ഫേസ്ബുക്കിലൂടെ ഒരാഴ്ച മുൻപ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. ചാറ്റിങ്ങിൽ തുടങ്ങിയ പരിചയം പിന്നീട് കോളുകളായി. പിന്നീട് നേരിട്ട് കാണാൻ തീരുമാനിക്കുകയായിരുന്നു. ഭർത്താവിനെയും 2 മക്കളെയും ഉപേക്ഷിച്ച് യുവതിയെ ഹാസനിൽ നിന്ന് മൈസൂരിലേക്ക് വാടകയ്ക്കെടുത്ത കാറിൽ കൊണ്ടുവരികയായിരുന്നു. ചില സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം കൃഷ്ണരാജ സാഗറിന് സമീപമുള്ള ഒരു ലോഡ്ജിൽ താമസമാക്കി. അവിടെ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായിട്ടാണ് വിവരമെന്ന് പോലീസ് പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തുടർന്ന് പ്രീതി ശാരീരിക ബന്ധം തുടരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും പുനീത് അതിനെ മടിച്ചു. കെആർപേട്ടിലെത്തിയപ്പോൾ യുവതി വീണ്ടും നിർബന്ധിച്ചു. തുടർന്ന് കട്ടേരകെട്ടിയിലെ ഒരു വനപ്രദേശത്തേക്ക് യുവതിയെ കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ വെച്ച് ഇവർ തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. അതിനിടയിൽ പുനീത് പ്രീതിയുടെ തലയിൽ അടിച്ചു. തുടർന്ന് നിലത്തു വീണ യുവതിയുടെ തലയിൽ ഇയാൾ ഒരു കല്ലെടുത്തിടിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവൾ മരണപ്പെടുകയും ചെയ്തു. തുടർന്ന് അയാൾ മൃതദേഹം തൻ്റെ ഗ്രാമമായ കരോട്ടി ഗ്രാമിലേക്ക് കൊണ്ടുപോയി തൻ്റെ കൃഷിയിടത്തിൽ കുഴിച്ചിട്ടു. പ്രീതിയെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് തിങ്കളാഴ്ച പോലീസിൽ പരാതി നൽകി. തുടർന്ന് ബുധനാഴ്ച രാവിലെ ഫാം ഹൗസിലുള്ള മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പ്രീതിയുടെ കോൾ റെക്കോർഡ് പരിശോധിച്ച പോലീസ് ബുധനാഴ്ച വൈകിട്ട് തന്നെ പുനീതിനെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കുഴിച്ചിട്ടതും കൊലപ്പെടുത്തിയവരും പുനീത് വെളിപ്പെടുത്തുന്നത്. ശനിയാഴ്ചയാണ് കൊല നടന്നത്. ഇയാളുടെ മർദ്ദനത്തിലാണ് പ്രീതി കൊല്ലപ്പെട്ടതെന്ന് ഇയാൾ മൊഴിയും നൽകിയിട്ടുണ്ട്. പിന്നീട് യുവതിയുടെ മൃതദേഹം കാറിൽ കൊണ്ടുപോയി തൻ്റെ ഫാമിൽ കുഴിച്ചു മൂടുകയായിരുന്നു. ഇവർ 2 പേരും തമ്മിലുള്ള കോൾ റെക്കോർഡ് പരിശോധിച്ച പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. പിന്നീട് കോടതിയിലും ഹാജരാക്കും. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.